ശ്രീ ജോൺ മൈക്കിൾ. സാർ, പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിഷയം ഈ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ പോലും യാതൊരു കൂറുമില്ലാതെ ഇവിടെ സമരം നടത്തുന്ന പ്രതിപക്ഷ നടപടി വളരെ മോശമാണ് സാർ. എനിക്കിവിടെ ചോദിക്കാനുള്ളൊരു ചോദ്യം, 60% സ്ത്രീ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തുന്നതിന് ഇല്ലാതാക്കുന്നതിന് ശ്രമിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ സ്ത്രീകളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് വിശകലന വിധേയമാക്കിയിട്ടുണ്ടോ? അതിനുള്ള പരിഹാരം സംസ്ഥാന സർക്കാർ നടപ്പാക്കുമോ എന്നുള്ളതാണ് സാർ എൻ്റെ ചോദ്യം. വ്യക്തമായില്ല. 60% സ്ത്രീ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ശ്രമിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് വിശകലന വിധേയമാക്കിയിട്ടുണ്ടോ? അതിനുള്ള പരിഹാരം സംസ്ഥാന സർക്കാർ നടപ്പാക്കുമോ? സർ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ധനകാര്യമന്ത്രി ഈ വർഷത്തെ ബജറ്റിൽ 1000 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ട്. അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ വിരുദ്ധമായ നടപടി കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റിൻ്റേത്. കാരണം തൊഴിലുറപ്പ് തൊഴിലാളികൾ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ്. സ്ത്രീകളെ സംബന്ധിച്ചതൊരു വരുമാനമാണ്. ദാരിദ്ര്യ ലഘൂകരണത്തിനുള്ള നടപടിയാണ്. അപ്പോൾ പാവപ്പെട്ടവർക്കെതിരായ സർജിക്കൽ സ്ട്രൈക്കാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടുത്ത ദ്രോഹമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. അത് ഈ സഭ ഗൗരവമായിട്ട് കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട സന്ദർഭത്തിലാണ് നിർഭാഗ്യകരമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.